ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ദോശയുടെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മുരിങ്ങയില കാബേജ് കൂട്ടുകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണല്ലേ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു കൂട്ടുകറി തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ മുരിങ്ങയില കാബേജ് കൂട്ടുകറി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബൗള് പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, സാമ്പാറൊക്കെ വയ്ക്കില്ലേ ആ പരിപ്പിട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കാബേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പരിപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ക്യാബേജൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയും നേരേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മുരിങ്ങയിലയൊക്കെ ഉരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പച്ചമുളകും ഒരു വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഒരു 10-15 വെളുത്തുള്ളിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വരാം. മിക്സിയുടെ 1ാമത്തെ ബട്ടണിലിട്ടിട്ട് ഒരു കറക്ക് ഇറക്കിയാൽ മതി, അത് ചതഞ്ഞ് കിട്ടും. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ ഒരു സവാള നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊന്നും നമുക്ക് അധികം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നങ്ങ് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ ഞാനിത് അതിലോട്ട് 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ നമ്മൾ ഈ തക്കാളിയൊക്കെ ഇങ്ങനെ വെന്ത് കുഴഞ്ഞ ഒരു പരുവത്തിലായി കിട്ടുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള കാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാബേജിലോട്ട് ആ തക്കാളിയുടെ പുളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. അതിനുശേഷം നമുക്ക് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നമ്മൾ അധികം അങ്ങ് വെന്ത് കുഴഞ്ഞ പരുവത്തിൽ എടുക്കരുത്. ഇങ്ങനെ പരിപ്പ് വിട്ട് കിടക്കില്ലേ, അതുപോലെ വേണം ഇതിലോട്ട് പരിപ്പ് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. കാരണം വെന്ത് കുഴഞ്ഞ് പേസ്റ്റ് പോലെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരെയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരിപ്പും കാബേജും മുരിങ്ങയിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു. ആ പരിപ്പിലുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ പരിപ്പ് വെന്ത വെള്ളത്തോടു കൂടിയാണ് നമ്മളിത് വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതായത് ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. വേറെ ഒന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെറും നാളികേരം മാത്രമാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നാളികേരം നമ്മൾ ഇവിടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങയിലയും കാബേജും എല്ലാം കൂടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം അരച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ കറിക്ക് എത്ര കണ്ട് വെള്ളം വേണോ അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കറി വല്ലാതെ ലൂസിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കട്ടി ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒഴിച്ചുകറി ആയിട്ടല്ല, ഒരു സൈഡ് ഡിഷ് പോലെ കുറച്ചൊരു കട്ടിയിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഒഴിച്ചുകറി ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിലോട്ട് ആ മിക്സിയിൽ ഉണ്ടായിരുന്ന നാളികേരം കൂടെ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് കുറുകി കിട്ടും. അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടല്ലോ, ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ്. പിന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കേറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഇനി നമുക്ക് ഈ കറിയിലോട്ട് ഒന്ന് വറുത്തിടണം. അതിന് ആയിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തു, വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് 2 സ്പൂണോളം നാളികേരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നാളികേരം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മുരിപ്പിച്ചെടുക്കണം. എന്നിട്ട് അതും കൂടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയില കാബേജ് കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഒന്ന് അഭിപ്രായം പറയണേ. നമ്മുടെ മുരിങ്ങയിലും കാബേജും കൊണ്ടുള്ള കൂട്ടുകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്